ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിൽ വെറും 55 ലക്ഷം രൂപയ്ക്ക് മാർബിൾ ഹോംസ് എന്നൊരു വീട് അങ്ങോട്ട് തരുകയാണ്. വേണ്ട എന്ന് ആരും പറയണ്ട, ബിക്കോസ് ഇതുപോലൊരു ചാൻസ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ സ്ഥലമൊക്കെ പറഞ്ഞുതരാം. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പള്ളിക്കരയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിനോട് വളരെ അടുത്താണ്. വെറും 200 മീറ്റർ മാത്രമാണ് മെയിൻ റോഡിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭംഗിയുള്ള എലിവേഷനോട് കൂടിയിട്ടും 55 ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വീട് ഇന്ന് മാർബിൾ ഹോംസ് തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോളൂ. 55 ലക്ഷം രൂപയേക്കാൾ വില മതിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് വീടിനകത്ത് കാണാനുള്ളത്. വളരെ ഭംഗിയായിട്ടാണ് എലിവേഷനൊക്കെ ചെയ്തിരിക്കുന്നത്. ഇൻഫോ പാർക്കിലേക്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ഇവിടെ നിന്ന് 7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 20 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് പോകാനായിട്ട് 27 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇതൊരു വില്ല പ്രൊജക്ട് ആണ്. ഇതിനകത്ത് ഏകദേശം ഒരു 10ഓളം വില്ലകളുണ്ട്. പലതിലും ആളുകൾ താമസമായി, കുറച്ച് വില്ലകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കഴിഞ്ഞ് 1-2 വീടുകളും കൂടെ നമുക്ക് സെയിലിനുണ്ട്. ഈ വീട് മാത്രമല്ല, മറ്റൊരു വീട് കൂടെ മാർബിൾ ഹോംസിന്റെ കയ്യിൽ തന്നെയുണ്ട്. വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഏത് വീട് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യേണ്ടത് മാർബിൾ ഹോംസിനെ തന്നെയാണ്. വീടിന്റെ എലിവേഷനും വഴിയൊക്കെ നിങ്ങൾ കണ്ടതാണ്. നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ്. ടാർ റോഡാണ് വില്ലയുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭംഗിയുള്ള ഡിസൈൻ ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള പെയിന്റും ബോർഡർ ലൈനുകൾക്കൊക്കെ പച്ചയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ കളറാണ്. അതിനിടയ്ക്കൊക്കെ നോക്കിയാൽ കാണാം GS സ്ക്വയർ ട്യൂബിന്റെ നല്ല ഭംഗിയുള്ള വർക്കുകൾ വരുന്നുണ്ട്. ഇടയ്ക്ക് സ്പോട്ട് ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ ഡിസൈൻ കണ്ടോളൂ. ലേസർ കട്ട് ഡിസൈൻ ആണ്. ഒരു സൈഡ് നമുക്ക് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും ഈ ഒരു സൈഡ് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ പില്ലറിൽ 2 ലാമ്പുകളുമാണ് കൊടുത്തിരിക്കുന്നത്. എലിവേഷൻ നിങ്ങൾ കണ്ടതാണ്, ഞാൻ കൂടുതൽ പറയുന്നില്ല. ബ്രിക്ക് മോഡലുള്ള ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം, ഒരു സ്ക്വയർ ഷേപ്പ് തന്നെയാണെങ്കിലും ഒരേ ഷേപ്പ് കൂടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ള പെയിന്റ് ഒക്കെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ഭാഗത്ത് വരുന്ന PVC പാനലിംഗ് വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വിസിബിൾ ആണ്. വീട് കംപ്ലീറ്റ് ആയിട്ട് ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ വരുമ്പോൾ മുറ്റം കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ കാണാം, ഇതുപോലുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലാണ്. ഒരു കാറാണ് നമുക്ക് ഇവിടെ കംഫർട്ട് ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവിടുത്തെ ഒരു പാർക്കിംഗ് സ്പേസിന്റെ കവേർഡ് സ്പേസിന്റെ അളവ് നോക്കുവാണെങ്കിൽ 15 അടിയാണ് നീളം വരുന്നത്, 7.5 അടിയാണ് വീതി വരുന്നത്. 15 ഫീറ്റ് ലെങ്ത്തും 7.5 ഫീറ്റ് വിഡ്ത്തുമാണ് ഈ കാർ പോർച്ചിന് വരുന്നത്. മുകളിലൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാർ പോർച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എല്ലാം തന്നെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗമാണ് യൂസ് ചെയ്യാവുന്നത്. ഇതും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ട് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. തെക്ക് കിഴക്കാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം, നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചന്റെ ബാക്കിലുള്ള സൈഡും ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ വർക്കുകൾ കുറച്ചും കൂടെ ഫൈനൽ ഫിനിഷിംഗ് വർക്കുകളൊക്കെ നടക്കാനുണ്ട്. അതുകൊണ്ടാണ് സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. ഇതൊക്കെ റിമൂവ് ചെയ്യാനുള്ള കുറച്ച് വർക്കുകളും കൂടെയൊക്കെയാണ് നമുക്ക് പെൻഡിങ് ഉള്ളത്. നമുക്ക് ഇവിടെ നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് കിട്ടുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ നേരെ മുകളിൽ നോക്കിയാൽ ചെറിയൊരു ലൈറ്റിന്റെ വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പും വലിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ മെയിൻ ഡോർ നോക്കാം. രണ്ടായിട്ടാണ് മെയിൻ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് വരുന്നത്. വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറുള്ള ടൈലാണ്. ചെറിയൊരു ഡിസൈനും കൂടി അതിനകത്ത് വരുന്നുണ്ട്. ഡോർ തുറന്ന് നേരെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ആണ്. ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് വാൾപേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. TV യൂണിറ്റ് വെക്കാനായിട്ട് ഈ ഭാഗത്ത് ബ്ലാക്ക് കളർ ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് ഈ കാണുന്ന വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ക്യാബിൻസ് ഒക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മുകളിലൊക്കെ ചെറിയ രീതിയിലുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് വരുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്താണ് 3 വിൻഡോസ് വരുന്നത്. റൂഫിലേക്ക് നോക്കിയാൽ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളുടെ മനോഹരമായ ഒരു ഡിസൈൻ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം.
അതുകൂടാതെ വലിയ ബൾബുകളും കൂടെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം വന്നിട്ട് GA പൈപ്പിന്റെയാണ് ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം കിട്ടുന്നത്. ബെഡ്റൂമിനകത്ത് നമുക്ക് പെയിന്റിന്റെ ബക്കറ്റ് കാര്യങ്ങളൊന്നും റിമൂവ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു മെസ്സി ഫീലിംഗ് തോന്നുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2 സിംഗിൾ വിൻഡോസ് ആ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ ബാക്കിയുള്ള 3 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വുഡൻ കളർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്പേസ് ഒക്കെ ഇട്ടിട്ടാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. ആവശ്യത്തിന് മാത്രമുള്ള LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ടൈല്, ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് വോളുകളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് എൻട്രൻസ് നോക്കിക്കോളൂ. ഭംഗിയായിട്ടാണ് മൾട്ടിവുഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് ഷോക്കേസ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ധാരാളം ഓപ്പൺ ഷെൽഫുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്തൊക്കെ LED സ്ട്രിപ്പുകളും മുകളിലൊക്കെ ചെറിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടിരുന്നു. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗത്ത് ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡോറുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ ക്രോക്കറി ഷെൽഫ് കൂടി ഇതിന് താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഡോറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാൾ നോക്കുവാണെങ്കിൽ ഒരു 6 പേരെയാണ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. 3 വിൻഡോസ് ഇവിടെയുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത്. മൾട്ടിവുഡിൽ തന്നെ പാനലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ റൂഫിൽ നോക്കിയാലും നല്ല ഭംഗിയുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ കിച്ചന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത്. ആ എൻട്രൻസ് നോക്കിക്കോളൂ, ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെയാണ്. താഴെയൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ധാരാളം ഓപ്പൺ ഷെൽഫുകളും അതിനിടയിലൊക്കെ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഒരു 3 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ബ്ലൂ ആണ്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലുമായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് സ്ലാബ് വന്നിട്ട് ഗ്രേ കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. കിച്ചണിന്റെ ഡോർ തുറന്നാൽ നേരെ പുറത്തേക്ക് വർക്ക് ഏരിയയുടെ വർക്കുകൾ നടക്കുന്ന സ്പേസിലേക്കാണ് ഇറങ്ങുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്ന വഴി നോക്കിയാൽ ഇവിടെ കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ഇവിടെ 3 വിൻഡോസും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. നേരെ നമ്മൾ കടന്നു വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. വലിയൊരു ഹാള് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. TV വെക്കാനായിട്ട് മൾട്ടിവുഡ് കൊണ്ടാണ് അവിടെ നല്ല അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഇട്ട് ഒരുപാട് ഡ്രോസും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് TV വെക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് 3 വിൻഡോസ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ മുകളിൽ നോക്കിയാലും കാണാം ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് ഈ ഒരു ഹാളില് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു ഡോർ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, നേരെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മളൊരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ ബെഡ്റൂം ആണ്. മാസ്റ്റർ ബെഡ്റൂം ഇതാണെന്ന് പറയാം. 15-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. വാർഡ്രോബുകൾ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട അതേ വുഡൻ മോഡൽ, അതേ മെറ്റീരിയലും അതേ മോഡലിലൊക്കെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. റൂഫില് വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ ഷെയ്ഡ് മിക്സ് ആയിട്ടാണ് വോളുകളിൽ ഗ്ലോസി ആയിട്ടുള്ള ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാൽക്കണിയിലേക്കാണ് എൻട്രി വരുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് വുഡൻ ഫ്രെയിം ഇട്ടിട്ട് അതിനകത്തെല്ലാം GA പൈപ്പിന്റെയാണ് ചെയ്തിരിക്കുന്നത്.
മുകളിലൊക്കെ PVC-യുടെ പാനലിംഗ് വർക്കുകളും എൻഡ് പോർഷനിലൊക്കെ നിറയെ സ്പോട്ട് ലൈറ്റുകളും വലിയ LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫൈനൽ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 14-10 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഈ ഭാഗത്ത് 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നേരത്തെ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. മിറർ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിന്റെ ഒരു പോർഷൻ വന്നിട്ട് കുറച്ച് പ്രൊഡക്ഷൻ കൊടുത്തിട്ടും ബാക്കിയുള്ളൊരു പോർഷനിൽ വന്നിട്ട് PVC പാനലിംഗ് വർക്കുകളുമാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലെല്ലാം തന്നെ LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ നമ്മൾ നേരത്തെ കണ്ട സെയിം ടൈലുകൾ തന്നെയാണ് വരുന്നത്. ലൈറ്റ് ഗ്രേ കളറും ഡാർക്ക് ഗ്രേ കോമ്പിനേഷനിലുമാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകൾ 3 നല്ല സൗകര്യത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 7 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലയിലേക്കുള്ള ദൂരം വരുന്നത്. പള്ളിക്കരയിലാണ്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. വെറും 200 മീറ്റർ മാത്രമാണ് നമുക്ക് നടന്നു കഴിഞ്ഞാൽ ബസ് റൂട്ടിലേക്ക് എത്താവുന്ന ദൂരം മാത്രമാണ് ഉള്ളത്. വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 3 സെന്റ് സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. 1550 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 3 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. 3 സെന്റ് ഓഫ് ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഒരു കാർ പാർക്കിംഗ് സ്പേസും 2 വീലർ ഒക്കെ വെക്കാനായിട്ട് വേറെ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല കിണറുണ്ട് ഇവിടെ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റോഡിന് വളരെ അടുത്താണ്. വില നിങ്ങൾ ഓൾറെഡി അറിഞ്ഞതാണ്. വെറും 55 ലക്ഷം രൂപയാണ്. 55 lakhs എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചു തരുന്നതാണ്. ലോൺ വേണമെങ്കിൽ തീർച്ചയായും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിൽ ഞങ്ങൾ തന്നെ അത് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇൻഫോ പാർക്കിന് 7 കിലോമീറ്റർ ചുറ്റളവിൽ 55 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് കിട്ടാനുള്ള ചാൻസ് ഇനി വളരെ കുറവാണ്. ഇൻഫോ പാർക്ക് ഫേസ് 3 വരുന്നതൊക്കെ ഇതിന്റെ ഏകദേശം അടുത്തായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ സ്ഥലത്തിന്റെ ഡിമാൻഡ് കൂടും. ഈ ഒരു റേറ്റിൽ നമുക്കിത് വീടുകൾ സ്വന്തമാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നല്ലൊരു ചാൻസ് ആണ്, മിസ്സാക്കരുത്. 55 ലക്ഷം രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ വീടുകൾ സ്വന്തമാക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.